ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ESI എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡെയിലി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പോളിമർ യൂസ്ഡ് ഫോർ എൻട്രി കോട്ടിംഗ് ഓഫ് ടാബ്ലറ്റ്. ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞേക്കാം. എൻട്രി കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ താലേറ്റ് എന്ന് പറയുമല്ലോ, അതിൻ്റെ കൂടെ താലേറ്റ് ഉണ്ടെങ്കിൽ അത് എൻട്രി കോട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ നോക്കാം. ഇതെൽ സെല്ലോസ് അല്ല, ഇതെൽ സെല്ലോസ് പോളിയെത്തിലീൻ ഗ്ലൈക്കോളൊക്കെ ഫില്ലിംഗ് കോട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, പോളിവിനൈൽ അസറ്റേറ്റ് താലേറ്റ്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ടെസ്റ്റ് ഈസ് പെർഫോം ടു അസസ് ദ എബിലിറ്റി ഓഫ് ദ ടാബ്ലറ്റ് ടു വിത്ത്സ്റ്റാൻഡ് അബ്രേഷൻസ്. അപ്പോൾ ടാബ്ലറ്റ് അബ്രേഷൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഫ്രാബിലിറ്റിയാണ് ആൻസറായിട്ട് വരുന്നത്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാപ്സ്യൂൾ നമ്പർ ക്യാൻ അക്കോമഡേറ്റ് മാക്സിമം നമ്പർ ഇതിലായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചിട്ട് ക്യാപ്സ്യൂൾ സൈസ് 0000950, 00650, പിന്നെ 0ക്ക് 450, അങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ക്യാൻ അക്കോമഡേറ്റ് മാക്സിമം മെഡിക്കമെൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓപ്ഷൻ ബി ആണ്, 0 ആണ് മാക്സിമം നമ്പർ എന്ന് പറയുന്നത്. അത് പഠിക്കണം, എന്നാലേ ആൻസർ കിട്ടും. നെക്സ്റ്റ്, ദ ടേം ക്യാപ്സ്യൂൾ ഈസ് ഡിറൈവ് ഫ്രം ക്യാപ്സുല വിച്ച് ഇസ് അതൊരു ലാറ്റിൻ ടേം ആണ്. ക്യാപ്സുല എന്ന് പറഞ്ഞത് നമുക്ക് ഒരു ആലോചിച്ചാൽ തന്നെ കിട്ടും, ലാറ്റിൻ ടേം ആയിരിക്കും. നെക്സ്റ്റ്, ഹൈഡ്രോക്സി പ്രൊപ്പൈൽ മിഥൈൽ സെല്ലോസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ആസ് HPMs. അത് ക്യാപ്സ്യൂൾ ഷെല്ല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. വെജിറ്റേറിയൻ മേക്കിംഗ് എംപ്റ്റി ക്യാപ്സ്യൂൾ ഷെൽ, ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷൻ. ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷൻ അറിയാലോ എല്ലാവർക്കും. സസ്പെൻഷൻ്റെ അത് റേറ്റ് ഓഫ് സെഡിമെൻറ്റേഷൻ ഹൈ ആയിരിക്കും. ഫ്ലോക്കുലേഷൻ ഉണ്ടാവുമല്ലോ, അപ്പോൾ സെഡിമെൻറ്റ് പെട്ടെന്ന് ഉണ്ടാവും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, വിച്ച് അമൗണ്ട് ദ ഫോളോയിങ് ബെറ്റർ തിക്കനിങ് ഏജൻറ്റ് ഫോർ സസ്പെൻഷൻ. അപ്പോൾ എപ്പോഴും ട്രഗാക്കാന്തായിരിക്കും മോർ തിക്കനിങ് ഏജൻറ്റ് കൂടുതൽ ആക്ഷൻ ഉള്ളത്. ട്രഗാക്കാന്തിനാണ് അക്ഷിക്കേഷനെക്കാട്ടും കൂടുതൽ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് എമിക്സിവ് ഏജൻറ്റ് ഈസ് ഫ്രം പ്ലാന്റ് സോഴ്സ് എന്നുള്ളത് ഇവിടെ ഏതാണ്? പെക്റ്റിനാണ്. പെക്റ്റിൻ നമുക്കറിയാം, ഈ ഓറഞ്ച് പീൽ നിന്നൊക്കെ ഉണ്ടാക്കുന്നത് പെക്റ്റിനാണ്. നാച്ചുറൽ എമൽസിഫൈങ് പ്ലാന്റ് നിന്ന് കിട്ടുന്നത്. നെക്സ്റ്റ്, ദ എമൗണ്ട് ഓഫ് കാസ്റ്റർ ഓയിൽ ആൻഡ് കമേഴ്ഷ്യൽ ഒമൽഷൻ റേഞ്ചസ് ഫ്രം. അപ്പോൾ ഇവിടെ 1 to 10, 35, 67. അപ്പോൾ ഏകദേശം ഒരു റേഞ്ച് നോക്കാം നമ്മൾ. അപ്പോൾ അതിൻ്റെ അകത്ത് ഓപ്ഷൻ 35 to 67 ആണ് ഓൾമോസ്റ്റ് കാസ്റ്റർ ഓയിലിൻ്റെ കമേഴ്ഷ്യൽ ഇതിലുള്ള റേഞ്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ അബ്രാസീവ് ഇൻ ടൂത്ത് പേസ്റ്റ്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്, കാൽഷ്യം കാർബണേറ്റഡ് അബ്രാസീവ് ഏജൻ്റ് ആണ്. ഇത്രയും മതി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.